നമസ്കാരം. വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സിബിൻ ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് നമുക്കൊരു 100% വിശ്വസിക്കാൻ പറ്റുന്ന തലത്തിൽ നിന്നാണ് നമുക്ക് ഈ വാർത്ത കിട്ടിയിരിക്കുന്നത്. സിബിൻ ഇനി തിരിച്ചു വരില്ല എന്നും നാളെ കൊച്ചിയിൽ 9 മണിക്ക് നാളെ കൊച്ചിയിലെത്തുമെന്നുള്ള വാർത്ത കിട്ടുന്നു. ഉറപ്പായിട്ട് നമുക്കത് വിശ്വസിക്കാം. സിബിൻ ഇനി വരത്തില്ല. സിബിൻ വരുമെന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഈ ഒരു സംഭവം ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ. സിബിൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, സിബിൻ ഇനി തിരിച്ചു കയറുന്ന കേസ് വളരെ കടുപ്പമാണ്. ഒരു 30% ചാൻസ് ഒക്കെ സിബിൻ തിരിച്ചു കയറുന്നതിൽ നമ്മൾ പ്രതീക്ഷ വെക്കാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കുറേയൊക്കെ നമ്മളെ വന്ന് കുറെ ചീത്തയൊക്കെ വിളിച്ച് നിനക്ക് അങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സിബിൻ ഇനി തിരിച്ചു കയറത്തില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ വളരെ വൻ നഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സീസൺ 6 ഒരു തീരാ നഷ്ടമാണ്. ഒരു കിടിലൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ. എന്തായിക്കോട്ടെ, എന്റർടൈൻ ആയിക്കോട്ടെ, പിന്നീട് ഡിബേറ്റ് ആയിക്കോട്ടെ, കലാപരമായിക്കോട്ടെ, എല്ലാത്തിനും സൂപ്പർ ആയിരുന്നു അവൻ. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിന് സത്യം പറഞ്ഞാൽ ലാലേട്ടനും അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനും വലിയൊരു പങ്കാണുള്ളത്. ആ ഒരു മത്സരാർത്ഥിയെ ഒരുത്തന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജെപ്രി കോംബോയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അവൻ ഇമാതിരി അടിച്ച് താഴ്ത്തി അവന്റെ മാനസിക നില തെറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് അത്രയ്ക്ക് അമ്മാതിരിച്ച് ആരും തകർന്നു പോകും എന്ന രീതിയിൽ. അതാണ് ഒരു എപ്പിസോഡ് മൊത്തം ഒരാളെ വെറുതെ ഒരു കുറ്റത്തിന്, ജസ്റ്റ് ഒരു മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞ ഒരു കുറ്റത്തിന്, അതായത് ഈ പറയുന്ന ഉടനീളം എല്ലാ സീസണുകളിലും യഥേഷ്ടം ആൾക്കാർ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ജസ്റ്റർ അത് കാണിച്ചു എന്ന രീതിയിൽ ഒരു എപ്പിസോഡ് മൊത്തം ഒരാളെ നിർത്തി പൊരിക്കുക, നിർത്തി തേജോവധം ചെയ്യുക. അപ്പോൾ പുള്ളി മാനസികമായിട്ട് തകർന്ന് നല്ല ഒരു കണ്ടസ്റ്റന്റ്, അതായത് ഈ പറയുന്ന കപ്പ് വരെ അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കിടിലം ഒരു കണ്ടസ്റ്റന്റിനെയാണ് നിങ്ങൾ തുരച്ചു കളഞ്ഞത്. മനസ്സിലായോ? വളരെ സങ്കടമുണ്ട് എനിക്ക്. ഈ സിബിൻ തിരിച്ചു വരുമെന്നും ഈ പറഞ്ഞ സിബിൻ ഈ പറഞ്ഞ അവരുമായിട്ടുള്ള നല്ലൊരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് പിന്നീടാം. അതുപോലെ തന്നെ പൂജയും ഇനി തിരിച്ചു വരില്ല എന്നുള്ളത് ഏതാണ്ട് 100% കൺഫേം ആയിട്ടുണ്ട്. പൂജയും സിബിനും ഇനി തിരിച്ചു വരില്ല. അതായത് വൈൽഡ് കാർഡായിട്ട് കയറിയ 6 പേരിൽ 2 പേർ പോയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ശരി.